പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയണമെങ്കിൽ, ആത്മാവിൻ്റെ ചൈതന്യം ഒരു വ്യക്തിയിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ദൈവം തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു വ്യക്തി ദാസനാകണം, ദാസിയാകണം. ദൈവത്തിൻ്റെ ദാസനാവുകയും ദൈവത്തിൻ്റെ ദാസിയാകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സഭയിലുള്ള ഓരോ മക്കളുടെയും ജീവിതം സ്വയം പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്ന് സഭയിലെ പല മക്കളിലൂടെയും ഒഴുകാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒരു വ്യക്തിയിൽ നിന്നും അടുത്ത മേഖലയിലേക്ക് വർഷിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. പലരും ദൈവത്തിൻ്റെ ദാസനാകാൻ, ദൈവത്തിൻ്റെ ദാസിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇന്ന് പലരും മനുഷ്യൻ്റെ ദാസനും ദാസിയുമായിട്ട് ജീവിക്കുന്നവരായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. അനേകം വ്യക്തികളെ നമ്മളെടുത്തൊരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ ഉപരി മനുഷ്യന് സ്ഥാനം കൊടുത്തുകൊണ്ട്, മനുഷ്യനെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ട് ആ മനുഷ്യൻ്റെ അടിമകളായിട്ട്, നേതാക്കന്മാരുടെ അടിമകളായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ, ദൈവത്തിൻ്റെ ദാസനാകാതെ, ദൈവത്തിൻ്റെ ദാസിയാകാതെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൻ്റെ ദാസനും ദാസിയുമായി മാറിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചന പ്രഘോഷകയുടെ ദാസനും ദാസിയായി മാറിയാൽ, ദൈവം എങ്ങനെയാണ് അവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുന്നത്? ഒരുപക്ഷെ ആ ദാസനും ദാസിയുമായിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആത്മാവിൻ്റെ, ലോകത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമായിരിക്കാം ഇന്ന് പലർക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് പല വ്യക്തികളും പല മേഖലകളിലും വീണുപോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാകാം. സാമ്പത്തികമായ തകർച്ചയുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കാതെ ചില വ്യക്തികൾ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു. ചില വ്യക്തികൾ മറ്റ് ജോലികൾ തേടി പോകുന്നു. സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആ പ്രവർത്തനം നിർത്തി കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കി ബിസിനസ്സിൻ്റെ മേഖലകളിലേക്ക് പോകുന്നവരുണ്ട്. ബിസിനസ് നടത്തിക്കൊണ്ട് പാർട്ട് ടൈമായിട്ട് സുവിശേഷവുമായിട്ട് പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇവരൊക്കെ ആരുടെ അടിമയാണ്? ലോകത്തിൻ്റെ അടിമയാണോ? ദൈവത്തിൻ്റെ അടിമയാണോ? ചിലരൊക്കെ സമ്പത്തിൻ്റെ അടിമയായി മാറുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊളോസസ് 3:5 പറയുന്നുണ്ട്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുക. വിഗ്രഹാരാധന തന്നെ ദ്രവ്യാസക്തി, പണം പണം പണം. ചിലരുടെയൊക്കെ അടിമ, ചിലരൊക്കെ പണത്തിൻ്റെ അടിമകളായി, ചിലരൊക്കെ സ്ഥാനമാനങ്ങളുടെ അടിമയായി, അങ്ങനെ പലരും പലതിൻ്റെയും അടിമകളായി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുവാൻ ഇന്ന് പലർക്കും മടിയാണ്, പലരെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ദാസന്മാരുടെയും. അതല്ലാതെ കൊണ്ട് ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൻ്റെ ദാസനയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ദാസനയല്ല, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വചന ശുശ്രൂഷകൻ്റെ ദാസൻ്റെ മേലല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാസൻ്റെ മേൽ
ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കാമെന്നാണ് ദൈവം നൽകിയ വാഗ്ദാനം. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിനുമുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. ഞാൻ ആരുടെ ദാസനാണ്? ഏതെങ്കിലും വ്യക്തികളുടേതാണോ? ഏതെങ്കിലും വ്യക്തികളുടേതോ ഏതെങ്കിലും നേതാക്കന്മാരുടെയൊക്കെ ദാസനായിട്ട് അവർ പറയുന്നത് കേട്ട് ദാസവേല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ലോകത്തിൻ്റെ പ്രവർത്തനമായിരിക്കും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത്. ലോകരാജ്യത്തിന് വേണ്ടി, ലോകരാജ്യത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ പ്രസംഗിച്ചിരിക്കണം. അതല്ലെങ്കിൽ ലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കുന്നുകൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടിയിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ നമ്മൾ ശരിക്കും ആഴമായിട്ട് ചിന്തിക്കണം, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണോ ദാസിയാണോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്വയം സമർപ്പിക്കുക, യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും കൃപയും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും അത് തന്നെയാണ്. ലൂക്കാ 1:49 പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദാസിയായി മാറിയപ്പോൾ ആ ദാസിയിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ചൊരിയുന്നത്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയ സഹോദരങ്ങളെ, നമുക്കും താഴ്മയുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ ദാസനായി ദാസിയായി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദാസന്മാരുടെയും ദാസിമാരുടെയും മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.